നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കൊലപാതകത്തിൻ്റെ നടുക്കുന്ന കഥ. ഫെബ്രുവരിയിൽ വിവാഹ നിശ്ചയം, 7 മാസങ്ങൾക്കിപ്പുറം ഒരു ആഡംബര വിവാഹം, അതിനിടയിൽ നിരവധി ആഘോഷങ്ങൾ. സ്വപ്നതുല്യമായ വിവാഹ ദിനത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കേതൻ അഗർവാളിന്. എല്ലാ ആഘോഷങ്ങളുടെയും മറവിൽ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തിയ വധു. വലിയ സ്വപ്നങ്ങളായിരുന്നു കേതൻ അഗർവാളിൻ്റെ മനസ്സിൽ. എന്നാൽ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി അവൾ ഒരുക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആസൂത്രണം ചെയ്തതുപോലെ ജൂൺ 18 കേതൻ അഗർവാളിനെ അവൾ കൊലപ്പെടുത്തി. സിയ എന്ന 20കാരിക്കൊപ്പം ചേതൻ ചൗധരി എന്ന അവളുടെ കാമുകൻ. അവൻ്റെ പ്രായം 22. കേവലം അപകടമരണം എന്ന നിലയിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു കൊടും ക്രൂര കൊലപാതകത്തിൻ്റെ കഥയാണ് പോലീസ് ഇന്ത്യയോട് പറയുന്നത്. ജൂൺ 18 പ്രതിശ്രുത വരൻ കേതൻ മരിക്കുന്നു. ട്രെക്കിങ്ങിനിടയിൽ 400 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് അവൻ പതിക്കുകയായിരുന്നു. വിവരം പുറം ലോകം അറിഞ്ഞതോടെ പ്രതിശ്രുത വധു സിയ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ആഴ്ചകൾക്കപ്പുറം തൻ്റെ ഭർത്താവാകേണ്ടിയിരുന്ന കേതനെക്കുറിച്ച് വളരെ വൈകാരികമായൊരു കുറിപ്പ്. ആദ്യം സിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചത്. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. വധുവിനെ എല്ലാവരും ചേർന്ന് ആശ്വസിപ്പിച്ചു. സിയ അന്ന് പങ്കുവച്ച കുറിപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ കുറിപ്പിൽ പറയുന്നു: എൻ്റെ ജന്മദിനത്തിലാണ് നീ വിട്ടുപോയത്. നമ്മൾ വിവാഹിതരാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നീ എന്തിനാണ് പോയത്? എന്നോട് നീ എന്തിനിത് ചെയ്തുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എനിക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും. നിന്നെ ഞാൻ ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്തിനാണ് നീ എന്നെ വിട്ടുപോയത്? റെസ്റ്റ് ഇൻ പീസ്. റെസ്റ്റ് ഇൻ പീസ്. ആ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു കൊടുംക്രൂര കൊലപാതകത്തിന് ശേഷം അവൾ അവനു വേണ്ടി വ്യാജ കണ്ണീർ ഒഴുക്കുന്നു. ഈ കുറിപ്പിനൊപ്പം സിയയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഒരു വീഡിയോയും അവൾ പങ്കുവച്ചു. കാറിൻ്റെ മുൻസീറ്റിൽ പിൻഭാഗത്തേക്ക് നോക്കിയിരുന്ന് സംസാരിക്കുന്ന വീഡിയോ. തൊട്ടടുത്ത ദിവസം പിറന്നാൾ കേക്കിന് മുന്നിൽ പ്രണയാതുരമായി നൃത്തം ചെയ്യുന്നതിൻ്റെയും പ്രപ്പോസ് ചെയ്യുന്നതിൻ്റെയും വീഡിയോ. നീ ഇവിടെയുണ്ടെന്ന് എൻ്റെ ഹൃദയത്തിനറിയാം, തിരിച്ചു വരൂ എന്നാണ് അവൾ കുറിച്ചത്. കേതൻ്റെ മരണത്തിൽ താൻ ദുഃഖിക്കുന്നുവെന്നും അവൻ്റെ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുമാണ് സിയ ഈ നാടകം കളിച്ചത്. എന്നാൽ കേതൻ്റെ കുടുംബത്തിന് തോന്നിയ ഒരു സംശയം. ഈ സംശയത്തിന് പിന്നാലെ പോലീസ് സഞ്ചരിച്ചപ്പോൾ ഇപ്പോൾ ചുവരിൽ നിവരുന്നത് ഒരു കൊടുംക്രൂര കൊലപാതകം. ഇതിനിടയിൽ കേതൻ്റേതൊരു ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും സിയ നടത്തി. ജൂൺ 18 പൂനെയിലെ ലോകഹട്ട് കോട്ടയിൽ വെച്ച് കേതൻ താഴേക്ക് പതിക്കുന്നു. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വീണതാണ് എന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് നടത്തിയ ഒരു ക്രൂര കൊലപാതകമായിരുന്നു അത്. പ്രമുഖ നിർമ്മാണ വ്യവസായി വിശാൽ അഗർവാളിൻ്റെ മകനാണ് കേതൻ അഗർവാൾ. ഈ വരുന്ന നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് രാജകീയ വിവാഹം അവർ പദ്ധതിയിട്ടു. ജയ്പൂരിലെ ഒരു കൊട്ടാരം 17 കോടി രൂപയ്ക്ക് കുടുംബം ബുക്ക് ചെയ്തിരുന്നു. അതിഥികളെ എത്തിക്കാൻ 2 ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പാട് ചെയ്തിരുന്നു. ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം അവർ മാറ്റിവെച്ചത് 100 കോടി രൂപ. അതിസമ്പന്നനാണ് വിശാൽ അഗർവാൾ. അയാളുടെ മകൻ്റെ വിവാഹം ആഘോഷപൂർവ്വം നടത്താനുള്ള കുടുംബത്തിൻ്റെ ശ്രമം. പ്രതിശ്രുത വധു സിയ ഗോയലിൻ്റെ ജന്മദിനം ആഘോഷിക്കാനാണ് ജൂൺ 18 കേതൻ അഗർവാൾ സിയയ്ക്കൊപ്പം ലോഹഗഡിലേക്ക് ട്രെക്കിങ്ങിന് പോയത്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കേതൻ കാൽ വഴുതി കൊക്കയിൽ വീണു എന്നാണ് സിയ പോലീസിനോട് പറഞ്ഞത്. 3 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ കേതൻ്റെ മൃതദേഹം 400 അടി താഴ്ചയിൽ നിന്ന് കണ്ടെത്തി. ലോണാവാല റൂറൽ പോലീസ് നടത്തിയ അന്വേഷണം. മൊഴികളിൽ അവർ വൈരുദ്ധ്യം കണ്ടെത്തി. മൊബൈൽ ഡാറ്റ, കോൾ റെക്കോർഡുകൾ, സംഭവസ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികൾ എന്നിവ ഒട്ടേറെ സംശയങ്ങൾക്കിടവരുത്തി. തുടർന്ന് പ്രതിശ്രുത വധുവിനെ കസ്റ്റഡിയിലെടുത്തു. ഈ മരണം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഒരു മങ്കി ക്യാപ്പ് ധരിച്ച ഒരു യുവാവ് പരിസരത്ത് കറങ്ങുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീടാണ് അത് സിയ ഗോയലിൻ്റെ കാമുകൻ ചേതനാണ് എന്ന് പോലീസിന് മനസ്സിലായത്. സിയയും ചേതനും ചേർന്ന് കേതൻ അഗർവാളിനെ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഈ സംഭവത്തിന് 4 ദിവസം മുൻപും കേതൻ അഗർവാളിനെ കൊലപ്പെടുത്താൻ സിയ ശ്രമിച്ചിരുന്നു. അന്ന് സിയയും കേതനും ലോഹഗഡ് കോട്ടയിലേക്ക് പോയി. ഇവിടെ വെച്ച് സിയ കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. എങ്കിലും കുറ്റിച്ചെടിയിൽ പിടുത്തം കിട്ടിയതിനാൽ കേതൻ രക്ഷപ്പെട്ടു. തന്നെ ആരോ തള്ളിയിട്ടതാണ് എന്ന് കേതന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ സിയ പാമ്പ് പാമ്പ് എന്നുറക്കെ വിളിച്ച് പരിഭ്രാന്തി കാട്ടി.
പിന്നീട് കേതനെ അവൾ കെട്ടിപ്പിടിച്ച് കരയുന്നു. തള്ളിയിട്ടതല്ല, മറിച്ച് പാമ്പിനെ കണ്ടപ്പോൾ പേടിച്ച് കേതനെ പിടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് കേതനെ ഒരുവിധം അവൾ ധരിപ്പിച്ചു. അന്ന് വിവാഹപൂർവ്വ യാത്രയ്ക്കായി ബാലിയിലേക്ക് പോകാനുള്ള പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ വിമാനത്താവളത്തിലെത്തിയപ്പോൾ കേതൻ്റെ പാസ്പോർട്ട് മാത്രം കാണാതായി. എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു, എന്നാൽ കേതൻ്റെ പാസ്പോർട്ട് കയ്യിലില്ല. നേരത്തെ എല്ലാവരുടെയും പാസ്പോർട്ട് ഒരുമിച്ചൊരു പൗച്ചിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. കേതനും കേതൻ്റെ സഹോദരനും സിയയും മറ്റൊരാളും 4 പേർ ചേർന്നാണ് ബാലിയിലേക്കുള്ള യാത്ര. അവിടെ വെച്ച് വലിയ ഫോട്ടോഷൂട്ടൊക്കെ കേതൻ പദ്ധതിയിട്ടിരുന്നു. കേതൻ്റെ പാസ്പോർട്ട് അവൾ പിച്ചി ചീന്തി കളയുകയായിരുന്നു അവരറിയാതെ. ഒടുവിൽ യാത്ര റദ്ദാക്കി തിരികെ വീട്ടിലെത്തി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ലോഹഗഡ് കോട്ടയിലേക്ക് പോകണമെന്ന് സിയ വാശി പിടിച്ചു. പാസ്പോർട്ട് കാണാതായ സംഭവം കേതനെ കോട്ടയിലെത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് സിയയുടെ ജന്മദിനത്തിൽ സിയയും കേതനും ആ ലോഹഗഡ് കോട്ടയിലേക്ക് തിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സിയയുടെ കാമുകൻ ചേതൻ അവിടെ എത്തി. ചേതൻ ഒരു ഉണക്കമുന്തിരി കച്ചവടക്കാരനാണ്. നേരത്തെ ചെറു കച്ചവടങ്ങളൊക്കെ സിയയും നടത്തിയിരുന്നു. അവൾ അതീവ സുന്ദരി. ചേതനും സിയയും തമ്മിൽ ചങ്ങാത്തമായി. അത് വല്ലാത്ത പ്രണയമായി. അങ്ങനെ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇതിനിടയിലാണ് കേതൻ അഗർവാളുമായുള്ള അവളുടെ വിവാഹ നിശ്ചയം. ചേതനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു സിയയുടെ ആഗ്രഹം. എന്നാൽ വീട്ടുകാർ കേതനെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. ഒരുപാട് കോടീശ്വരനാണ് കേതൻ അഗർവാൾ, സ്ഥലത്തെ പ്രമുഖ വ്യവസായിയും ബിൽഡറും. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്താൻ ഏറെ നാളത്തെ ആസൂത്രണമാണ് അവൾ നടത്തിയത്. അവളും കാമുകനും ചേർന്ന് നടത്തിയ ആസൂത്രണത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള കഥകൾ. സിയുടെ ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പോലീസ് വിശകലനം ചെയ്ത് കൃത്യമായ നിരീക്ഷണത്തിലെത്തിച്ചേർന്നു. താനുമായുള്ള ബന്ധത്തിൽ ഈ വിവാഹം തടസ്സമാകുമെന്ന് ചേതന് മനസ്സിലായി. തുടർന്നാണ് അവൻ സിയോട് പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. ആ കൊലപാതകത്തിന് ശേഷം അവൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരു സ്റ്റോറി ഇട്ടു. ഒരു പ്രണയഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുവരും നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ. നീ ഇവിടെ തന്നെയുണ്ട്, എൻ്റെ ഹൃദയത്തിന് അതറിയാം, തിരിച്ചു വരൂ. അവളുടെ നാടകം ആദ്യം വിജയിച്ചു. ആരുമൊന്നും സംശയിച്ചില്ല. കേതൻ അഗർവാൾ എന്ന 26-കാരൻ ഒരു പഞ്ചപാവമായിരുന്നു. നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ഒരു മിടുമിടുക്കൻ യുവാവ്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി വിശാൽ അഗർവാളിൻ്റെ മകനും കമ്പനി ഡയറക്ടറുമായിരുന്നു കൊല്ലപ്പെട്ട കേതൻ. വരനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് അവൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിട്ടു. ഹൃദയം അതിൻ്റെ യഥാർത്ഥ ഇടം കണ്ടെത്തി. ഈ കൊടുംക്രൂരതയുടെ മനഃശാസ്ത്രത്തിന് പിന്നിലെ ഇരുണ്ട ലോകം അന്വേഷിക്കുകയാണ് ഇവിടുത്തെ പ്രമുഖ മനഃശാസ്ത്രജ്ഞർ. ഒരു കാര്യം ഓർക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രണയം തുളുമ്പുന്ന ചിത്രങ്ങളും നൃത്തച്ചുവടുകളുമൊക്കെ പങ്കുവെക്കുന്നവരുടെ യഥാർത്ഥ ജീവിതം മറ്റൊന്നായിരിക്കും. മെയ് പകുതിയോടെ കേതൻ തനിക്കൊരു പൂവ് സമ്മാനിക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ അവൾ പങ്കുവച്ചു. തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് കുറിക്കുകയും ചെയ്തു. കേതനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ തുടർന്നവൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി. മെയ് 19 തൻ്റെ ജന്മദിനത്തിന് മുന്നോടിയായുള്ള കൗണ്ട് ഡൗൺ സ്റ്റോറി. ഓരോ സ്റ്റോറിയിലും പ്രണയം തുളുമ്പുന്നു. എന്നാൽ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ 1 മാസം തികയുന്നതിന് മുൻപ് അവൾ അവനെ കൊലപ്പെടുത്തി. ശക്തമായ കാറ്റിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കേതൻ കാൽ വഴുതി വീണുവെന്ന അവളുടെ വ്യാജ പ്രചരണം. എന്നാൽ സിയുടെ പെരുമാറ്റത്തിൽ തുടർന്ന് യാതൊരുവിധ ദുഃഖവും പ്രകടമായില്ല എന്ന് ലോണവാല പോലീസ് കണ്ടെത്തി. ബേക്കറി ഉടമയാണ് സിയ. വലിയ പണമൊന്നുമില്ല. കേതൻ അഗർവാളുമായുള്ള ഈ വിവാഹം വലിയൊരു സ്വപ്നത്തിന് തുല്യം. എന്നാൽ ചേതൻ വെറുമൊരു ഉണക്കമുന്തിരി കച്ചവടക്കാരനാണ്. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കാണ് ചേതൻ സിയെ പരിചയപ്പെടുന്നത്. തനിക്ക് ചേതനെ മതി എന്നവൾ വാശി പിടിച്ചു. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ സിയും ചേതനും തമ്മിൽ 2004 തവണ ഫോണിൽ സംസാരിച്ചു. ഇരുവരും 238 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. 2025 നവംബർ മുതൽ ഈ ക്രൂരകൃത്യത്തിന് വേണ്ടിയുള്ള ചുവടുകൾ അവൾ ഒരുക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ കേതൻ്റെ ജീവനെടുത്ത ആ വിനോദയാത്ര. ആളെ തിരിച്ചറിയാതിരിക്കാനാണ് ഒരു ഹുഡി ധരിച്ച് ചേതൻ അവിടെ എത്തിയത്. കേതനും സിയും നടന്നു പോകുമ്പോൾ കൃത്യമായ അകലം പാലിച്ച് ഒരു ഹുഡി ധരിച്ച് ചേതൻ പിന്നാലെയുണ്ട്. തുടർന്ന് ആരുമില്ലാത്ത ഒരിടത്തെത്തിയപ്പോൾ ചേതൻ അവൾക്കൊപ്പം ചേർന്ന് കേതനെ തള്ളി താഴേക്കിട്ടു. ജൂൺ 14 ഇതേ കോട്ടയിൽ വെച്ചാണ് ആദ്യം കേതനെ അവൾ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. കൊക്കയിലേക്ക് തള്ളിയിട്ടെങ്കിലും കേതൻ മലഞ്ചെരുവിലെ ഒരു കാട്ടുചെടിയിൽ പിടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വലിയ മലഞ്ചെരുവുകളിലും പാറക്കെട്ടുകളിലുമൊക്കെ ട്രെക്കിങ്ങിന് പോകാറുണ്ട് കേതൻ അഗർവാൾ. അതുകൊണ്ട് തന്നെ കേതൻ്റെ പിതാവ് വിശാൽ ആദ്യം തൊട്ടേ
കേതന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കേതൻ അഗർവാളിനോടൊപ്പമുള്ള വിവാഹവും ആഡംബര ജീവിതവുമൊന്നും സിയയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെന്തിനാണ് അവൾ അവനോട് പ്രണയം അഭിനയിച്ചത്, അവനെ സ്നേഹിക്കുന്നതായി നടിച്ചത്? കേതൻ അഗർവാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നാൽ താനും ചേതനും തമ്മിലുള്ള വിവാഹ ജീവിതം ഒരുപക്ഷെ ദുരിതപൂർണമാകുമെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. വീട്ടുകാർ നിർബന്ധിച്ചാണ് കേതനുമായുള്ള വിവാഹം ഉറപ്പിച്ചത് എന്നവളിപ്പോൾ പോലീസിനോട് പറയുന്നു. വിവാഹത്തിന് മുമ്പുള്ള ബാലിയിലേക്കുള്ള യാത്രാവേളയിൽ പാസ്പോർട്ട് താൻ കീറി എറിയുകയായിരുന്നുവെന്ന് അവൾ പോലീസിന് മൊഴി കൊടുത്തു. വിവാഹത്തിൽ നിന്നും ഇനി പിന്മാറാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് കേതനെ കൊലപ്പെടുത്താനുള്ള തീരുമാനം താനും കാമുകനും ചേർന്ന് കൈക്കൊണ്ടത് എന്നും അവൾ പോലീസിന് മുന്നിൽ സമ്മതിച്ചു. ഇക്കഴിഞ്ഞ മെയ് 31 ലോഹഗഡ് കോട്ട സന്ദർശിച്ചപ്പോഴാണ് കേതനെ ഇവിടെ വെച്ച് കൊലപ്പെടുത്താൻ കഴിയുമെന്ന് അവൾ മനസ്സിലാക്കിയത്. കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് കോട്ടയുടെ മുകളിൽ വെച്ച് സംസാരിക്കുമ്പോൾ സിയ തൻ്റെ പ്രണയത്തെക്കുറിച്ചും ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന കാര്യവും കേതനോട് തുറന്നു പറയുന്നു. അക്ഷരാർത്ഥത്തിൽ അവൻ തകർന്നുപോയി. എന്നാൽ രണ്ട് കുടുംബങ്ങളും ചേർന്നുറപ്പിച്ച ഈ വലിയ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ കേതൻ തയ്യാറായില്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ, നിന്റെ പ്രണയം ഞാൻ മറക്കാം, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചു പോയി. ഇതായിരുന്നു കേതൻ അവളോട് പറഞ്ഞത്. വിവാഹവുമായി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. തുടർന്നവൾ എല്ലാം കഴിഞ്ഞു എന്ന് കേതനോട് പറഞ്ഞു. തുടർന്നാണ് ഇരുവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായി ആ വലിയ കൊക്കയുടെ മുകളിലേക്ക് യാത്ര ചെയ്തത്. കേതൻ വെറുമൊരു സഞ്ചാരി മാത്രമായിരുന്നില്ല, മറിച്ച് മലകയറ്റത്തിൽ ഏറെ പരിചയസമ്പന്നനായ ഒരു ട്രക്കർ. ഇതാണ് കുടുംബത്തിൻ്റെ സംശയത്തിൻ്റെ ഒന്നാം ഘട്ടം. എങ്ങനെ കേതൻ ആ കോട്ടമുകളിൽ നിന്നും കാലിടറി താഴേക്ക് വീണു? പിതാവിന് തോന്നിയ ആ സംശയം ഒടുവിൽ ഒരു കൊടൂര കൊലപാതകത്തിലെത്തി. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ചില സാക്ഷിമൊഴികൾ സിയയ്ക്കെതിരായി. സിയുടെ മൊബൈൽ ഡേറ്റയും കോൾ റെക്കോർഡുകളും പരിശോധിച്ചതോടെ പോലീസിന്റെ സംശയം വർദ്ധിച്ചു. കേതൻ കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് സിയുടെ കാമുകൻ ചേതൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ അതാണ് ഏറെ നിർണായകമായത്. ബാലിയിലേക്ക് യാത്ര ചെയ്യാനായി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഫുഡ് മാളിൽ വാഹനം നിർത്തി. ഫോൺ എടുക്കാനെന്ന വ്യാജേന താൻ കാറിലേക്ക് ഓടി. കാറിലുണ്ടായിരുന്ന പൗച്ചിൽ നിന്ന് പ്രതിശ്രുത വരൻ്റെ പാസ്പോർട്ട് മാത്രമെടുത്തു. പിന്നീട് ഫുഡ് മാളിലെ ടോയ്ലറ്റിൽ വെച്ച് ആ പാസ്പോർട്ട് കീറിക്കളഞ്ഞു. ഇതാണ് ഇപ്പോൾ സിയ പോലീസിന് നൽകിയ മൊഴി. ഒടുവിൽ കേതന്റെ മൃതദേഹവുമായി പോലീസ് വീട്ടിലെത്തിയപ്പോൾ സിയ കാണിച്ച പെരുമാറ്റം കുടുംബത്തിന് സംശയമുണ്ടാക്കി. പ്രതിശ്രുത വരൻ മരിച്ചിട്ടും അവളുടെ മുഖത്ത് സങ്കടം നിഴലിക്കുന്നില്ല. കേതനെ അവൾ ഒന്ന് ചുംബിക്കാൻ പോലും മിനക്കെടുന്നില്ല. സിയുടെ വീട്ടുകാർക്ക് അവളുടെ ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് അവർ കണക്കുകൂട്ടി. സോഷ്യൽ മീഡിയയിൽ കേതന്റെയും സിയുടെയും ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. കേതൻ സ്നേഹപൂർവ്വം അവളെ ചേർത്ത് പിടിച്ചുമ്മ വയ്ക്കുന്ന നിരവധി ചിത്രങ്ങൾ. അവൻ്റെ പ്രണയം സത്യമായിരുന്നു. അവൻ അവളെ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത്. അവൻ ഹൃദയത്തോടടുപ്പിച്ചു. അവൻ്റെ പ്രണയാർദ്രമായ പുഷ്പാംഗ്യങ്ങൾ, ആലിംഗനങ്ങൾ, നൃത്തം, ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കണ്ണീരായി പടരുന്നു. കൊടുംചതിയിലൂടെ ഒരു കൊലപാതകം. കേതൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ അവൻ്റെ പ്രണയം പ്രകടമാണ്. ഒരു പുഞ്ചിരി എന്ന അടിക്കുറിപ്പിൽ സിയെ ചേർത്ത് പിടിച്ച് പ്രണയാർദ്രമായ നോട്ടത്തോടെ അവൻ നിൽക്കുന്ന ഒരു ചിത്രം. ഹൃദയ ഇമോജിയാണ് അവൻ ആ ചിത്രത്തിന് നൽകിയത്. ബാബ്സൺ FW ലിൻ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് സംരംഭകത്വത്തിൽ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം പൂർത്തിയാക്കിയിരുന്നു കേതൻ. സിംബിയോസിസ് സർവകലാശാലയിൽ നിന്ന് BBA ബിരുദവും അവൻ നേടി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പായ സക്സസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ. ബിസിനസ്സിലും വ്യവസായത്തിലുമൊക്കെ തൻ്റെ മകൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നുവെന്ന് പിതാവ് വിശാൽ അഗർവാൾ പറയുന്നു. അതിലപ്പുറം അവൻ്റെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ അവൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അവൻ്റെ വിവാഹമായിരുന്നു ആ കുടുംബത്തിൻ്റെ സ്വപ്നം. പക്ഷേ അതിനു മുൻപ് ആ പ്രതിശ്രുത വധു അവനെ കൊന്നെറിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.